സ്വന്തം നിലനിൽപ്പ്, സ്വന്തം ശരീരത്തിന്റെ അളവും തൂക്കവും തിരിച്ചറിയുന്ന മനുഷ്യന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഞാൻ ആരാണ് എന്നൊരു തിരിച്ചറിവ് എനിക്ക് വേണം. എന്റെ പഴയകാലത്തെ അവസ്ഥ എനിക്ക് ബോധ്യം വേണം. എന്റെ ബാപ്പയും എന്റെ ഉപ്പാപ്പയും എങ്ങനെ ജീവിച്ചവരാണ് എന്ന തിരിച്ചറിവ് വേണം. റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് തന്ന ഒരു ഖദറുണ്ട്. ആ അളവ് ഞാൻ മറക്കാൻ പാടില്ല. നിന്റെ കയ്യിൽ അല്ലാഹു ഭരണം തന്നെങ്കിൽ അത് സുഖിക്കാനല്ല മോനെ, പാവങ്ങളെ സഹായിക്കാനാണ്. അവകാശികളുടെ അവകാശങ്ങൾ ഓരോരുത്തർക്കും വേണ്ട വിധത്തിൽ കൊടുക്കാനാണ്. അതുകൊണ്ട് മോതിരം വിൽക്കുക, 1000 ദിർഹം തിരികെ വാങ്ങുക, 1000 മനുഷ്യന്മാർക്ക് നീ ഭക്ഷണം കൊടുത്തോ, എന്നാൽ നിനക്ക് അല്ലാഹു വലിയ റഹ്മത്ത് ചെയ്യും. എന്നിട്ടൊരു സാധാ മോതിരം വാങ്ങിയിട്ട് ആ മോതിരത്തിന്റെ തലഭാഗത്ത് നീ ഒന്ന് കൊത്തിവെക്കണം. റഹിമല്ലാഹു റഅൻ അറഫ ഖദ്റ നഫ്സിഹി. സ്വന്തം അളവ് തിരിച്ചറിഞ്ഞ മനുഷ്യന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്നൊരു വാക്ക് ഇടക്കിടക്ക് നോക്കുമ്പോ ആ ഒരു മെസ്സേജ് ഇങ്ങനെ കാണണം. അങ്ങനെ കണ്ടിട്ട് നീ ജീവിക്കണം. ഇതാരോടാ പറയുന്നത്? മദീനയുടെ ഭരണ ചുമതലയിലുള്ള സ്വന്തം മകനോട് കത്തെഴുതിയിട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അറിയിക്കാൻ. ലുഖ്മാനുൽ ഹക്കീം തങ്ങളുടെ നിർദ്ദേശം അങ്ങനെയാണ്. വലാ തംശി ഫിൽ അർളി